വിദ്യാർത്ഥിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ സമയത്തിൽ മാറ്റം വരുത്തി. പിടിയുടെ ആവശ്യപ്രകാരമാണ് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയത്. രാവിലെ 8:40 തുടങ്ങി വൈകിട്ട് 3:40 അവസാനിക്കുന്ന തരത്തിൽ സമയത്തിൽ ക്രമീകരണം വരുത്തി. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പരാതി അറിയിക്കാൻ പൊതു സംവിധാനവും നിലവിൽ വന്നിട്ടുണ്ട്. വിവരങ്ങൾ സച്ചിൻ വള്ളിക്കാട് നൽകും. സച്ചിൻ. വർഷ, ഇന്നാണ് ഒരാഴ്ചക്ക് ശേഷം താൽക്കാലികമായ അടച്ച ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ തുറന്നു പ്രവർത്തിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് PTA ഭാരവാഹികൾ അടക്കം ചേർന്ന യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തത്. അതിൽ പ്രധാനപ്പെട്ട തീരുമാനം സ്കൂളിന്റെ പ്രവർത്തന സമയമാണ്. 8:30 മുതൽ 3:40 വരെയാണ് പുതിയ സമയക്രമം. മുൻപ് 7:30 ക്ലാസ് ആരംഭിച്ചിരുന്നു. ഇതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉച്ചയൂണിന്റെ ബ്രേക്ക് സമയവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 40 മിനിറ്റ്, മുൻപ് 20 മിനിറ്റ് ആയിരുന്നത് ഇപ്പോൾ 40 മിനിറ്റാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 15 മിനിറ്റ് വീതം ബ്രേക്ക് ഇന്റർവെൽ സമയവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, മഴക്കാലമായതിനാൽ ഷൂ ധരിച്ചെത്തണമെന്ന ഒരു നിർബന്ധം സ്കൂൾ മാനേജ്മെന്റ് മുൻപ് എടുത്തിരുന്നു. ഇതിലും ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ചെരുപ്പ് ധരിച്ചുകൊണ്ട് മഴക്കാലത്ത് സ്കൂളിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. രക്ഷിതാക്കൾക്കും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും പരാതി അറിയിക്കാനുള്ള സംവിധാനവും പുതുതായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പ്രിൻസിപ്പലെ ഏത് സമയവും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കാണാനുള്ള സൗകര്യവും പുതുതായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിൽ വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ രീതിയിലുള്ള വിമർശനം വിദ്യാർത്ഥി ആർഷിർ നന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിന് എതിരെ ഉയർന്നിരുന്നു. ഇതിൽ ബാലാവകാശ കമ്മീഷനും അതേപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളടക്കം പരാതി ഉന്നയിച്ചിരുന്നു. ആ പരാതികളൊക്കെ കൃത്യമായി ബാലാവകാശ കമ്മീഷനും പരിശോധിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഓഫീസറും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെ സ്കൂളിനെ പറ്റിയ വീഴ്ചയെ സംബന്ധിച്ച് ഈ അന്വേഷണത്തിൽ പരാതികളും അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പരാതികളൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ